ഞാൻ കണ്ടിട്ടുള്ള മിക്ക യൂട്യൂബേഴ്സിൻ്റെ ഇപ്പോൾ M5 നമ്മളെ മാത്രം M5 ഇല്ലാത്ത. അപ്പം നമ്മളൊന്ന് പുതിയൊരു M5 എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ട്രോപ്പിക്കിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. M5 എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. വലിയ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു പേര് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്, വൈനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ ആ ഒരു ബമ്പറുകളും ബാക്ക് ബമ്പറുകളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഏറെ സ്റ്റോക്ക് എൻജിനൊക്കെ തന്നെയാണ്. എൻജിൻ എന്തായാലും സ്റ്റോക്ക് വെക്കുള്ളൂ, കാരണം സ്റ്റോക്ക് എൻജിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പണികളാകുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്യും, ഫുൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഒരു ക്ലീൻ ഇതായിട്ട് നമ്മൾ കൊണ്ടുനടക്കും ഒരു വണ്ടി. ഏതായാലും ആ ഒരു വണ്ടി നമുക്ക് കാണാം. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം. നമ്മൾ വണ്ടി കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ പുതിയ അപ്ഡേറ്റിൽ കുറേ വണ്ടികളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പുതിയ റേഞ്ച് റോവർ ആയിട്ടുള്ള എല്ലാം എടുക്കും. പതുക്കെ എടുക്കും കഴിക്കണം. അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ M5 ആണ് നമ്മുടെ. ഇവിടെ നിന്നായിരുന്നു അന്ന് നമ്മൾ ആ ഒരു ലംബോർഗിനി എടുത്തത്. ലംബോർഗിനി ഈ നമ്മൾ ആക്സിഡൻ്റ് പറ്റി നമ്മൾ ആ ഒരു വണ്ടി നമ്മൾ കൊടുത്തു, വിറ്റ്. എന്നിട്ടാണ് നമ്മൾ M5 എടുത്തേക്കുന്നത്. M5 നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണാമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നേരെ നമ്മളെ ഇത് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ടൊന്ന് കയറി. ഇതാണ് നമ്മുടെ M5. ഓക്കെ, ഇതാണ് കേസ് നമ്മുടെ M5. പുതിയ നമ്മുടെ M5 നമ്മുടെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ബോണറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, പറയാൻ പറഞ്ഞു. പിന്നെ അലോയ് വീലും നമ്മൾ മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ പേര്, യൂട്യൂബ് ചാനലിലെ പേരും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ചെയ്തേക്കണം. ഇത് ഓവറായിട്ട് ഇൻക്ലൈൻ ചെയ്തിട്ടില്ല, കുറച്ച് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ ടയർ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടി. എൻ്റെ മോനെ, നമ്മളെ വണ്ടിക്ക് ഇറങ്ങി ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് ഉണ്ട് ഭയങ്കര ഇഷ്ടം. ഈ ഒരു കളർ നമ്മൾ ഇപ്പോൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയാണ്. ഈ ഒരു കളർ നമ്മൾ മാറ്റും. അതുപോലെ തന്നെ ഹുഡുമ്പോൾ നമ്മൾ കാർബൺ ഫൈബർ ഹുഡാക്കും. അതിന് കുറച്ച് ദിവസം എന്തായാലും ഈ ഒരു വണ്ടി ഇങ്ങനെ തന്നെ ഉണ്ടാവും. ക്ലീൻ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നല്ല സ്റ്റിക്കർ വർക്ക് അല്ലെങ്കിൽ ക്ലീൻ വർക്കായിട്ട് നമ്മൾ ഇത് കൊണ്ടുനടക്കും, ഒരു ഐഡൻറ്റിറ്റി കാറായിട്ട്. എന്തായാലും ഈ ഒരു കളറുമ്പോൾ നമ്മൾ ആ ഒരു കാർബൺ ഫൈബർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ വൈറ്ററെ കാറ് പോലെയാവും. പക്ഷേ വൺ വൈറ്ററെ കാറ് ഞാൻ വെച്ചിട്ട് ഒരു ഐഡൻറ്റിറ്റി കാറാണ്. പക്ഷേ ഇത് നമ്മുടെ കാറാണ്, നമ്മുടെ ഐഡൻറ്റിറ്റി വേണ്ടിയുള്ള കാറാണ്. അതെന്തായാലും നമുക്ക് വേറെ കളർ വെക്കണം, ഒരു ബ്ലൂ കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് ഇവിടെ അടിക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തായാലും വണ്ടി ലുക്ക് നോക്കാം. ഈ ഭാഗത്തൊക്കെ നമ്മൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ട്രോപ്പിക്കൽ നമ്മൾ ഫുള്ള് കണ്ടിട്ടില്ല. നമുക്ക് ഈ ഒരു CPMൽ നമ്മുടെ ഫ്രണ്ടിനായിട്ട് ഫുൾ CPM ട്രിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു സ്ഥലമൊക്കെ വന്ന് കാണും. എന്തായാലും നമുക്കെന്തായാലും വണ്ടി നൈസായിട്ട് ഇവിടേക്ക് പാർക്ക് ചെയ്തിടാം. നൈസായിട്ട് വളച്ച് നേരെ നേരെ ആവില്ല. നമുക്ക് എന്തായാലും മുന്നിലേക്ക് എടുക്കട്ടോ. എൻ്റെ മോനൊക്കെ അമ്മ പൊട്ടിച്ചത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചിട്ട്. നമുക്ക് നേരെ ബാക്ക് എടുത്ത് ഇവിടെ നിർത്താം. ഓക്കെ, വീട്ടിലിട്ട് നമ്മൾ വണ്ടി കയറലും ലോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ M5. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് വണ്ടി. ഇതൊന്നുമല്ല, നമുക്ക് ഇതിലും അടിപൊളിയാക്കും. നമ്മൾ ഈ ഒരു വണ്ടിനെ അടിപൊളിയാക്കും. ഈ ഒരു വണ്ടി നല്ല അടിപൊളി വർക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കും ഈ ഒരു വണ്ടി. വുഡൊക്കെ വെച്ചിട്ട് എൻജിൻ സ്റ്റോക്ക് തന്നെ ആക്കുള്ളൂ. എനിക്ക് അതാണ് ഇഷ്ടം. എൻജിൻ സ്റ്റോക്ക് എൻജിനാണ് എനിക്ക് ഇഷ്ടം. ഈ ഒരു വീട് നമ്മൾ ഉടച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മളെ M5 ഉള്ള പുതിയ കിട്ടിയെങ്കിലും വീഴ്സ് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് നമ്മളെ M5. എനിക്ക് ഭയങ്കര രസമുള്ള വണ്ടിയാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ചേരാം. അടുത്തൊരു എല്ലാവർക്കും ബൈ.